ചെമ്പനീർ പൂവിൻ്റെ ഒരടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ചന്ദ്രമതിക്ക് സച്ചിയോടുള്ള വെറുപ്പ് ദിവസം കഴിയും തോറും കൂടി വരികയാണ്. സച്ചി എന്ത് ചെയ്താലും എന്തിനും ഏതിനോ കുറ്റം കണ്ടുപിടിക്കുന്നുണ്ട് കേട്ടോ ചന്ദ്രമതി. തനിക്ക് 2 ആൺമക്കൾ മാത്രമേ ഉള്ളൂ എന്ന് ചന്ദ്രമതി പറയുന്ന സമയത്ത്, നീ അങ്ങനെ ചിന്തിക്കരുത് ചന്ദ്രേ, 3 ആൺമക്കളെയും ഒരുപോലെ കാണാൻ പഠിക്കടി, അതല്ലേ ഒരു യഥാർത്ഥ അമ്മ ചെയ്യേണ്ടത് എന്നെല്ലാം രവീന്ദ്രൻ ഉപദേശിക്കുമ്പോൾ, നിങ്ങൾ അങ്ങനെ എന്നെ ഉപദേശിക്കേണ്ട, സച്ചി എന്ന് പറയുന്നവൻ എൻ്റെ മകനല്ല, എൻ്റെ ജീവിതം തകർക്കാൻ വന്നവനാണ്, അവനെ കാണുന്നത് പോലും എനിക്കിപ്പോൾ വെറുപ്പാണ് എന്നെല്ലാം ഒരമ്മ ഒരിക്കലും സ്വന്തം മകനെ പറ്റി പറയാൻ പാടില്ലാത്ത കാര്യങ്ങളെല്ലാമാണ് കേട്ടോ ചന്ദ്രമതി പറയുന്നത്. ഇത്രയും ഒരു വെറുപ്പ് ചന്ദ്രമതിക്ക് സച്ചിയോട് തോന്നാൻ കാരണം എന്താണ് എന്നുള്ളതാണ് കാണിക്കുന്നത്. അതായത് ചന്ദ്രമതി ഒരു സ്കൂൾ ടീച്ചർ ആയിരുന്നു എന്നുള്ള കാര്യമാണ് കേട്ടോ പറയുന്നത്. ചന്ദ്രമതിയുടെ ജോലി പോലും നഷ്ടപ്പെട്ടത് സ്വന്തം മകനെ നേരാവണ്ണം വളർത്താൻ അറിയാത്ത നീ എങ്ങനെയാണ് മറ്റു കുട്ടികളെ പഠിപ്പിച്ച് നേർവഴിക്ക് നടത്തുന്നത് എന്ന ചോദ്യം തന്നെയാണ് കേട്ടോ വരുന്നത്. ചന്ദ്രമതിയുടെ അധ്യാപന ജീവിതം തകർത്ത് കളഞ്ഞത് ആ ഒരു കാര്യത്തിലാണ്. ചെറുപ്പത്തിൽ സച്ചി ഒരു മോശപ്പെട്ട പ്രവൃത്തി ചെയ്തതുകൊണ്ട് തന്നെ സച്ചിയെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ജുവനൈൽ ഹോമിൽ ആക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ സച്ചി അല്ലായിരുന്നു അന്ന് കുറ്റവാളി. സച്ചി തൻ്റെ അമ്മയ്ക്ക് വേണ്ടി, അമ്മയുടെ ഏറ്റവും പ്രിയപ്പെട്ട സുധിക്ക് വേണ്ടി, സുധിയെ രക്ഷിക്കാൻ കൂടി വേണ്ടിയാണ് കേട്ടോ സച്ചി ആ കുറ്റം ഏറ്റെടുക്കുന്നത്. അങ്ങനെ ജുവനൈൽ ഹോമിലേക്ക് പോകാനായിട്ടും സച്ചി തയ്യാറാവുന്നത്. ഒരിക്കൽ രേവതി ഇതിനെക്കുറിച്ചെല്ലാം സച്ചിയോട് ചോദിക്കുന്ന അവസരത്തിലാണ് എല്ലാ സത്യങ്ങളും പുറത്തു വരുന്നത്. സച്ചിയേട്ടനോട് എന്തിനാണ് അമ്മയ്ക്ക് ഇത്രയും വെറുപ്പ് എന്ന് രേവതി ചോദിക്കുന്നുണ്ട്. മറ്റ് 2 ആൺമക്കളെയും എത്ര സ്നേഹത്തോടെയാണ് അമ്മ അവരോട് പെരുമാറുന്നത്. സച്ചിയേട്ടനോട് മാത്രം എന്താണ് ഇത്രയും അവഗണന അമ്മ കാണിക്കുന്നത് എന്നെല്ലാം രേവതി ചോദിക്കുന്നുണ്ട് കേട്ടോ സച്ചിയോടായിട്ട്. രേവതി എപ്പോഴെങ്കിലും ഇതിനെക്കുറിച്ച് ചോദിക്കുമെന്ന് സച്ചിക്ക് നേരത്തെ തന്നെ അറിയാമായിരുന്നു. എങ്കിലും ആ ചോദ്യത്തിനുള്ള മറുപടി ആദ്യമൊന്നും കൊടുക്കാനായിട്ട് സച്ചി തയ്യാറാവുന്നില്ല. ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് കേട്ടോ സച്ചി. രേവതി അത് പിന്നെയും പറയാനായിട്ട് സച്ചിയെ നിർബന്ധിക്കുന്നുണ്ടെങ്കിലും സച്ചി ദേഷ്യപ്പെടുന്ന ഒരു അവസ്ഥയിൽ എത്തുന്നുണ്ട്. എനിക്ക് അമ്മയില്ല, അമ്മയുടെ സ്നേഹവും ഇല്ല, എനിക്ക് അച്ഛനും അച്ഛമ്മയും പിന്നെ ഇപ്പോൾ നീയും ഉണ്ടല്ലോ, അത്രയും പോരെ എനിക്ക്, പിന്നെ എന്തിനാ വീണ്ടും കഴിഞ്ഞ കാര്യങ്ങളെ പറ്റിയൊക്കെ ചെയ്യാൻ നിൽക്കുന്നത്, എന്തിനാ എൻ്റെ ഫ്ലാഷ് ബാക്ക് ചോദിക്കുന്നത് എന്നെല്ലാം സച്ചി പറയുമ്പോൾ, വേറെ ഒന്നിനുമല്ല, അമ്മയ്ക്കും സച്ചിയേട്ടനും ഇടയിൽ ശരിക്കും എന്താണ് സംഭവിച്ചത് എന്ന് എനിക്കറിയാൻ കഴിയുകയാണെങ്കിൽ നിങ്ങളുടെ ഇടയിലുള്ള ആ തെറ്റിദ്ധാരണയൊക്കെ മാറ്റി എനിക്ക് അമ്മയെയും സച്ചിയേട്ടനെയും ഒരുമിപ്പിക്കാൻ എന്നെക്കൊണ്ട് അതിന് കഴിഞ്ഞാലോ സച്ചിയേട്ട എന്നെല്ലാം ചോദിക്കുന്നുണ്ട് കേട്ടോ രേവതി. സച്ചിയേട്ടന് അമ്മയുടെ സ്നേഹം വാങ്ങിത്തരാൻ കഴിഞ്ഞാൽ എനിക്ക് അതിൽ പരം സന്തോഷം വേറെ കിട്ടാനുണ്ടോ എന്നൊക്കെ രേവതി പറയുമ്പോൾ, ഒടുവിൽ തൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ആ കറുത്ത അധ്യായത്തെക്കുറിച്ച് തുറന്നു പറയാനായിട്ട് തയ്യാറാവുകയാണ് കേട്ടോ സച്ചി ചെയ്യുന്നത്. കൃത്യം ഇതേ സമയത്ത് തന്നെയാണ് കേട്ടോ ചന്ദ്രമതി അവരുടെ റൂമിന് മുന്നിലൂടെ കടന്നു പോകുന്നത്. ചന്ദ്രമതി ശ്രുതിയെ അന്വേഷിച്ച് മുകളിലേക്ക് വരികയാണ്. പെട്ടെന്ന് രേവതിയും സച്ചിയും എന്തോ ഒരു സീരിയസ് ആയിട്ടുള്ള സംസാരത്തിലാണ് എന്ന് മനസ്സിലാക്കുന്ന ചന്ദ്രമതി അതെന്താണെന്ന് അറിയാനായിട്ട് അവിടെ കാതോർത്ത് നിൽക്കുകയാണ്. ഈ സമയത്താണ് സച്ചി കഴിഞ്ഞ കാര്യങ്ങളെപ്പറ്റി രേവതിയോട് തുറന്നു പറയുന്നത് കേട്ടോ. അതായത് പണ്ടൊരിക്കൽ ഒരു വീട്ടിൽ നിന്ന് സുധി ആഭരണങ്ങളും കുറച്ച് പണവും എല്ലാം മോഷ്ടിച്ച് ഒളിച്ചു വെക്കുകയുണ്ടായി. എന്നാൽ അവൻ്റെ കള്ളത്തരങ്ങളെല്ലാം ഞാൻ മനസ്സിലാക്കി എന്നവൻ തിരിച്ചറിഞ്ഞപ്പോൾ അത് വേഗം എൻ്റെ തലയിൽ കെട്ടിവെച്ചു. ഞാനാണ് മോഷ്ടിച്ചതെന്ന് അവൻ അമ്മയുടെ മുന്നിൽ വരുത്തി തീർത്തു. അന്ന് തുടങ്ങിയതാണ് അവൻ്റെ ഫ്രോഡ് കളി. അവൻ ഇപ്പോഴും തുടരുന്നു. അവൻ്റെ കള്ളത്തരങ്ങളെല്ലാം മറ്റുള്ളവരുടെ തലയിൽ കെട്ടിവെക്കുകയാണ് അവൻ്റെ ശീലം. ഇതെല്ലാം കേൾക്കുന്ന രേവതിയാണെങ്കിൽ സച്ചിയോട് ചോദിക്കുന്നുണ്ട്, എന്തിനാണ് സച്ചിയേട്ടൻ കുറ്റം ഏറ്റെടുത്തത്, എല്ലാ സത്യങ്ങളും അമ്മയോട് തുറന്നു പറഞ്ഞാൽ മതിയായിരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ സച്ചി മറ്റൊരു നെറ്റിക്കുന്ന സത്യം രേവതിയോട് പറയുന്നുണ്ട്. അതായത് ചന്ദ്രമതിക്ക് സുധിയോടുള്ള ഇഷ്ടക്കൂടുതൽ കൊണ്ട് തന്നെ ഞാനല്ല അവനാണ് കുറ്റം ചെയ്തത് എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയ്ക്ക് അത് ഒരുപാട് വിഷമം ഉണ്ടാക്കും. അമ്മ ശരിക്കും തകർന്നു പോകും. സുധിക്ക് ജുവനൈൽ ഹോമിൽ പോകേണ്ട ഒരവസ്ഥ ഉണ്ടായാൽ എൻ്റെ അമ്മയ്ക്ക് അത് സഹിക്കാൻ കഴിയില്ല. ഞാനാണെങ്കിൽ പിന്നെ പ്രശ്നവുമില്ലല്ലോ. എൻ്റെ അമ്മയ്ക്ക് എന്നെ ഇഷ്ടമല്ലെങ്കിൽ പോലും അമ്മ വിഷമിക്കുന്നത് കാണാനായിട്ട് എനിക്ക് വയ്യ. എനിക്ക് എൻ്റെ അമ്മയെ ജീവനാണ്, എനിക്ക് ഒരുപാട് ഇഷ്ടമാണോ അമ്മയെ. ചന്ദ്രമതി എന്നൊക്കെ വിളിച്ച് ഞാൻ അമ്മയെ ആക്ഷേപിക്കുന്നുണ്ടെങ്കിലും
അതൊക്കെ എൻ്റെ സങ്കടം മാറ്റാനുള്ള ഒരു മറ മാത്രമാണ്. എനിക്ക് എൻ്റെ അച്ഛൻ എത്ര പ്രിയപ്പെട്ടതാണോ അത്രയും പ്രിയപ്പെട്ടതാണ് എൻ്റെ അമ്മയും. എൻ്റെ അമ്മ ഒരു നേരം ഭക്ഷണം വിഷമിച്ചിരുന്നാലോ എനിക്കത് സഹിക്കില്ല. എല്ലാത്തിനും കാരണക്കാരനായ ആ സുധി, അവനോടാണ് എനിക്ക് ദേഷ്യം. അവൻ്റെ കയ്യിൽ നിന്ന് എത്രയും പെട്ടെന്ന് നമുക്ക് അമ്മയെ രക്ഷിക്കണം. ഒരുപാട് പണം അമ്മയെ പറ്റിച്ച് അവൻ കൈക്കലാക്കുന്നുണ്ട്. മാത്രമല്ല അച്ഛൻ്റെ വെറുപ്പും അമ്മ സമ്പാദിക്കുന്നുണ്ട്. സുധിയുടെ തന്ത്രങ്ങളൊന്നും ഇനി നടക്കരുത്. ഈ വീടിൻ്റെ ആധാരം പണയം വെച്ച് അവൻ്റെ ഭാര്യയ്ക്കാണ് അവന് കൊടുത്തിട്ടുള്ളത്. എന്നിട്ടും ഇതൊന്നും പാവം അമ്മയ്ക്ക് അറിയില്ല. അമ്മ വഞ്ചിക്കപ്പെടുകയാണ് എന്ന സത്യം അമ്മയ്ക്ക് അറിയില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ രേവതിയോടായിട്ട് സച്ചി. ശ്രുതിക്ക് ഒരു കുഞ്ഞുണ്ട് എന്ന സത്യം അറിയാതെയാണ് അമ്മ ശ്രുതിയെ കല്യാണം കഴിച്ചു കൊടുത്തത്. അങ്ങനെ എല്ലാ സത്യങ്ങളും സച്ചി പറയുന്നുണ്ട് കേട്ടോ രേവതിയോട്. ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുന്ന ചന്ദ്രമതിക്കാണെങ്കിൽ അത് ഒട്ടും സഹിക്കുന്നില്ല. തുടർന്ന് നെഞ്ചുപൊട്ടി കരയാണ് കേട്ടോ ചന്ദ്രമതി. തുടർന്ന് എടാ മോനെ സച്ചി എന്ന് വിളിച്ചുകൊണ്ട് സച്ചിക്ക് അരികിലേക്ക് ഓടി വരികയാണ് കേട്ടോ ചന്ദ്രമതി. സച്ചിക്കും രേവതിക്കും എന്താണ് എന്ന് കാര്യമൊന്നും മനസ്സിലാവുന്നില്ല കേട്ടോ. പിന്നെയാണ് അവർക്ക് മനസ്സിലാവുന്നത് ചന്ദ്രമതി ഇത്രയും നേരം എല്ലാം കേട്ടുകൊണ്ട് നിൽപ്പുണ്ടായിരുന്നു എന്നുള്ള കാര്യം. തുടർന്ന് ചന്ദ്രമതി സച്ചിയുടെ ദേഹത്തൊക്കെ തൊട്ടിട്ട് പറയുന്നുണ്ട്, മോനെ ഇത്രയും കാലം ഞാൻ നിന്നെ മനസ്സിലാക്കിയില്ലല്ലോ, നീയാടാ എൻ്റെ പൊന്നുമോൻ, നീ തന്നെയാണ് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് സച്ചിയെ കെട്ടിപ്പിടിച്ച് കരയാണ് കേട്ടോ ചന്ദ്രമതി ചെയ്യുന്നത്. ഈ സമയം അത്രയും കുറ്റബോധം കൊണ്ട് വിങ്ങിപ്പൊട്ടി കരയുന്നുണ്ട് കേട്ടോ ചന്ദ്രമതി. ഇത്രയും കാലം സച്ചിയെ അവഗണിച്ചു, എല്ലാത്തിനും സച്ചിയോട് ക്ഷമയും ചോദിക്കുന്നുണ്ട് കേട്ടോ ചന്ദ്രമതി. സുധിയുടെ കള്ളത്തരയെല്ലാം ഞാൻ തിരിച്ചറിഞ്ഞു എന്നും ചന്ദ്രമതി പറയുന്നുണ്ട്. അതിനുശേഷം സച്ചിയെ സ്നേഹം കൊണ്ട് മൂടാണ് കേട്ടോ ചന്ദ്രമതി ചെയ്യുന്നത്. ഇത്രയും നാൾ എത്രത്തോളം വെറുത്തോ അവഗണിച്ചോ അതിൻ്റെ ഇരട്ടി സ്നേഹം സച്ചിക്ക് നൽകുന്നുണ്ട് ചന്ദ്രമതി. അധികം വൈകാതെ സച്ചി കടങ്ങളെല്ലാം തീർത്ത് ആധാരം തിരിച്ചെടുക്കുകയും ചന്ദ്രമതിയുടെ കയ്യിൽ കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇതേ സമയം തന്നെ സച്ചിയുടെ കാലിൽ വരെ വീഴാനായിട്ട് തുടങ്ങുന്നുണ്ട് കേട്ടോ ചന്ദ്രമതി. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, എന്താ അമ്മ എന്തേ കാണിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ, ഞാൻ നിൻ്റെ കാല് കഴുകിയ വെള്ളം കുടിച്ചാൽ പോലും അതൊന്നും ഈ അമ്മ നിന്നോട് ചെയ്ത ദ്രോഹത്തിന് പകരമാവില്ല എന്ന് എനിക്കറിയാം. നിന്നെ ഒരിക്കലും ഞാൻ എൻ്റെ മകനായിട്ട് അംഗീകരിച്ചിട്ടില്ല. പക്ഷേ ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നു, നിന്നെപ്പോലെ സ്നേഹവും സത്യസന്ധതയുമുള്ള ഒരു മകനെ കിട്ടില്ല എന്ന്. നിന്നെ മകനായി കിട്ടിയ ഞാൻ എന്തുമാത്രം ഭാഗ്യം ചെയ്തവളാണ് സച്ചി എന്ന് പറഞ്ഞുകൊണ്ട് വിങ്ങിപ്പൊട്ടി കരയുന്നുണ്ട് കേട്ടോ ചന്ദ്രമതി. ഇതെല്ലാം കണ്ട് കരയുന്ന മറ്റൊരാളുകൂടി അവിടെയുണ്ട്, അതായത് രേവതി. അമ്മയും മകനും സ്നേഹിക്കുന്നത് കാണാൻ ഇത്രമേൽ ആഗ്രഹിക്കുന്ന വേറൊരാളും ഉണ്ടാവില്ല എന്ന് തന്നെ പറയാം. അവരുടെ ഈ വൈകാരിക നിമിഷങ്ങളൊക്കെ കണ്ട് സന്തോഷം കൊണ്ട് രേവതിയുടെ കണ്ണുകളും അറിയാതെ നിറഞ്ഞൊഴുകുകയാണ് കേട്ടോ ചെയ്യുന്നത്.